ഇടുക്കി മൂന്നാറിൽ കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ലോക്കാട് എസ്റ്റേറ്റ് പുതുലൈൻ ഭാഗത്താണ് പടയപ്പ ഉള്ളത്. മൂന്നാർ RRT വെറ്ററിനറി ഡോക്ടർ സിദ്ധാർത്ഥ് ശങ്കർ പകർത്തിയ ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ പടയപ്പ ജനവാസ മേഖലയിൽ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റേഷൻ കട ഈ ലോക്കാട്ട് എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഭാഗത്ത് തകർക്കുന്നതും ആക്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ്. പിന്നീട് ദേശീയപാതയിലൂടെ പടയപ്പ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ പടയപ്പ കാട് കയറാൻ കൂട്ടാക്കിയിട്ടില്ല, ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആ പുതുലൈൻ ഭാഗത്തിറങ്ങി, അതായത് ലോക്കാട്ട് പുതുലൈൻ ഭാഗത്തിറങ്ങിയ കാട്ടാൻ ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നു. RRTയുടെ കൃത്യമായ നിരീക്ഷണമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനിടയിലും ഈ കാട്ടാന പ്രദേശത്ത് വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു പരാതി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. RRT അത് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ മൂന്നാർ RRTയിലെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള സിദ്ധാർത്ഥ് ശങ്കർ പകർത്തിയ ദൃശ്യങ്ങളാണ്. അവർ ഞാനെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി പുതുലൈൻ ഭാഗത്ത് പോയപ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഏതെങ്കിലും വിധത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പടയപ്പ ആ ഭാഗത്തോടെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് മടങ്ങിക്കോളും എന്നുള്ളതാണ് RRT പറയുന്നത്. പക്ഷേ ആളുകൾക്ക് നേരിയൊരു ആശങ്ക, ഈ കൃഷിവിളകളൊക്കെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കയുണ്ട്. അല്ലാത്ത പക്ഷം ആളുകളെ ആക്രമിക്കുമോ എന്നുള്ള പേടിയൊന്നും ഇല്ല. നേരിയ കൃഷിവിളകളൊക്കെ നശിപ്പിക്കുന്നതിന്റെ ആശങ്ക മാത്രമാണുള്ളതെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. താങ്ക് യു രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.